നന്നായിട്ട് പേസ്റ്റ് ആയിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് നെയ്യിൽ കശുവണ്ടി മുന്തിരി വറുത്ത ശേഷം അതിലേക്ക് തേങ്ങ ചിരവിയത് കൂടിയിട്ട് നന്നായിട്ട് ഒന്ന് മൂപ്പിച്ച് കൊടുക്കാം. ഇതിലേക്ക് നമുക്കിനി ശർക്കര പാനി ഇടാം. കണ്ടോ, ഇതിലേക്ക് ശർക്കര പാനി ഇട്ടിട്ടുണ്ട്. അത് തേങ്ങയുമായിട്ട് നന്നായി മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്കിതിലേക്ക് ഏലക്ക പൊടിച്ചത് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം. അപ്പോൾ തന്നെ അതിൻ്റെ മണം വേറെ ലെവലായി. ഓക്കെ, ചട്ടി അടുപ്പത്ത് ചൂടാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് 1-2 തുള്ളി വെളിച്ചെണ്ണ ഇടാം. അതൊന്ന് വെളിച്ചെണ്ണ ആവാനായിട്ട് എല്ലാത്തേക്കും ആവാനായിട്ട് എടുക്കുക. അതിലേക്ക് നമുക്ക് ദോശമാവ് ഒഴിച്ചു കൊടുക്കാം. കണ്ടോ, ദോശമാവ് തന്നെ മൈദ കലക്കിയത്, മൈദയുടെ ദോശ പോലെ ഇരിക്കുന്നത്. അതിനെ ദോശ എങ്ങനെ നമ്മൾ പരത്തുന്നോ അതുപോലെ ഇതും പരത്തിയെടുക്കാം. കണ്ടോ, നെയ്യ് ഇടേണ്ട ആളുകൾക്ക് നെയ്യ് ഇടാം കേട്ടോ. ഇതിപ്പോൾ ഞാൻ അധികം മറ്റേതിൽ നെയ്യ് ഇട്ടിട്ടുണ്ടല്ലോ, അപ്പോൾ അധികം നെയ്യ് ഉപയോഗിക്കേണ്ടെന്ന് വെച്ചത് വെളിച്ചെണ്ണ ഇട്ടത്. ഇതിപ്പോൾ അതിൻ്റെ വെളുത്ത കളർ മാറി ഒരു ലൈറ്റ് ക്രീം കളറായിട്ടുണ്ട്. ഇനി നമുക്കിതിനെ മറുവശം വേവിക്കാനായിട്ട് മറിച്ചിടാം. കണ്ടോ, മറുപുറം ആയ ശേഷം നമുക്കതിനെ ആ എണ്ണ തടവിയ പാത്രത്തിലേക്ക് ആക്കാം. കണ്ടോ, എണ്ണ തടവിയ പാത്രത്തിലേക്ക് ഇട്ടിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ആ തേങ്ങ ശർക്കരയിട്ട് വിളയിച്ചത് നമുക്കതിലേക്ക് ഇടാം. ഫില്ല് ചെയ്യാനായിട്ട് എടുക്കാം. ഒരു അരിക്ക് ചേർത്ത് വേണം കേട്ടോ ഇടാനായിട്ട്. കശുവണ്ടി മുന്തിരിയൊക്കെ ഉണ്ടെങ്കിൽ ഇട്ടാൽ മതി കേട്ടോ, നിർബന്ധമില്ല. ഞാനതിങ്ങനെ ഇരുന്നുകൊണ്ടിട്ടു മാത്രം. എന്നിട്ട് നമ്മളിത് ഇതിങ്ങനെ ഇതിനെ ഇങ്ങനെ ഫോൾഡ് ചെയ്ത് എടുക്കുക. ഇതിനെ ഇങ്ങനെ മടക്കി റോളാക്കി എടുക്കണം. കണ്ടോ, കണ്ടോ, ഇനി റോളാക്കി എടുക്കുക. ഇതാണ് മുട്ടക്കൊള്ളപ്പം എന്നാണ് ഇതിൻ്റെ പേര്. എളുപ്പം ആരെങ്കിലും പെട്ടെന്ന് വരുമ്പോൾ നമുക്ക് എളുപ്പം ഉണ്ടാക്കാവുന്ന നല്ലൊരു പലഹാരമാണ്. അപ്പോൾ എല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. എല്ലാവരും സപ്പോർട്ട് ചെയ്യണേ.